Good morning all. നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി z സ്ക്വയർ മൈനസ് 1/3 ഡിവൈഡഡ് ബൈ z ക്യൂബ് മൈനസ് z dz where c is the circle mod z minus half is equal to 1 oriented in the counter clockwise direction. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഏതൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെടുത്ത് എഴുതുക, എഫ് ഓഫ് സെഡ് എഴുതുക. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, z സ്ക്വയർ മൈനസ് 1/3 ഡിവൈഡഡ് ബൈ z ക്യൂബ് മൈനസ് z ആണ് നമ്മൾ എഫ് ഓഫ് സെഡ് വരുന്നത്. ഓക്കെ, എഫ് ഓഫ് സെഡ് എഴുതുക. പിന്നെ ഏതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്, സി എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് എന്താണ്, മോഡ് z മൈനസ് ഹാഫ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള സർക്കിളാണ് ഏത് വരുന്നത്, നമ്മൾ സി വരുന്നത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഇതൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, സർക്കിൾ ആകുമ്പോൾ നമുക്ക് വരക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും മാർക്ക് ചെയ്തു, എക്സ് ആക്സിസും വൈ ആക്സിസും മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരക്കണം. സർക്കിൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 0 സെൻറ്റർ, 1/2 0 സെൻറ്ററും റേഡിയസ് എന്താണ് 1 ആയിട്ടുള്ളത്. 1/2 0 ഒറിജിനും റേഡിയസ് 1 ആയിട്ടുള്ളത്. അപ്പോൾ 1/2 0 ഒറിജിൻ, അതായത് ഇതാണ് നമ്മളെ ഒറിജിൻ വരുന്നത്. റേഡിയസ് എത്രയാണ്, 1 ആണ് വരുന്നത്. അങ്ങനെയുള്ളൊരു സർക്കിളാണ് ഞാനിവിടെ ഇപ്പം വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളാണ്. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 1/2 ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, 1 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ സർക്കിൾ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഫംഗ്ഷനിലേക്ക് വരാം. എഫ് ഓഫ് സെഡ്, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു z സ്ക്വയർ മൈനസ് 1/3 z സ്ക്വയർ മൈനസ് 1/3 ഡിവൈഡഡ് ബൈ z ക്യൂബ് മൈനസ് z ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അനാലിറ്റിക് അല്ലാത്ത പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ഇത് ഡിനോമിനേറ്റർ നമ്മൾ 0നോട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ z ക്യൂബ് മൈനസ് z ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എങ്ങനെ എഴുതാം, z ഇൻറ്റു z സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഒരു പോയിന്റ് എന്ന് പറയുന്നത് z ഇസ് ഈക്വൽ ടു 0. അതേപോലെ തന്നെ അടുത്ത z സ്ക്വയർ മൈനസ് 1 0 അല്ല, z സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് z സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 വരും. ഇപ്പോൾ z സ്ക്വയർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, z ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അതായത് z എന്ന് പറയുന്നത് 0, z എന്ന് പറയുന്നത് 1, അതേപോലെ z എന്ന് പറയുന്നത് മൈനസ് 1. അപ്പോൾ ഈ 3 പോയിന്റ്സിലാണ് നമ്മൾ അനാലിറ്റിസിറ്റി നഷ്ടപ്പെടുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് നോക്കാം, ഈ ഒരു പോയിന്റ് എവിടെയാണ് കിടക്കുന്നത് നോക്കാം. അപ്പോൾ z ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്താണ്, z ഈക്വൽ ടു 0 അത് ഈ ഒരു പോയിന്റിലാണ് വരുന്നത്. z ഈക്വൽ ടു 1, z ഈക്വൽ ടു 1 എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, 10 എന്ന് പറയുന്നത് പോയിന്റ് ഏതാണ്, ഈ ഒരു പോയിന്റാണ് വരുന്നത്. അതായത് 1 ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ല വരുന്നത്, അതായത് റേഡിയസ് കറക്റ്റാണ്. അതായത് റേഡിയസ് ഇത് കംപ്ലീറ്റ് ആണ് ഇത് വരുന്നത് 1 വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് 1 ആണെന്ന് പറയാൻ പറ്റില്ല, ഇവിടെ 1. അപ്പോൾ 1 എന്ന് പറയുന്നത് ഉള്ളിലുള്ള പോയിന്റാണ്. 1 എന്ന് പറയുന്നത് ഉള്ളിലുള്ള പോയിന്റാണ്. 0 എന്ന് പറയുന്നത് ഉള്ളിലുള്ള പോയിന്റാണ്. -1 എന്ന് പറയുമ്പോൾ എന്താണ്, -1 എന്ന് പറയുന്നത് പുറത്തുള്ള പോയിന്റാണ് വരുന്നത്. ഓക്കെ, ഹിയർ ദി പാത്ത് ഓഫ് ഇന്റഗ്രേഷൻ സി ഈസ് ദി സർക്കിൾ മോഡ് z മൈനസ് 1/2 ഇസ് ഈക്വൽ ടു 1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റും എവിടെയാണുള്ളത് നോക്കാം. അതായത് z ഇസ് ഈക്വൽ ടു 0 ആൻഡ് z ഈക്വൽ ടു 1, z ഈക്വൽ ടു 0 ആൻഡ് z ഈക്വൽ ടു 1 ലൈ ഇൻസൈഡ് സി. നമ്മൾ സർക്കിളിൻ്റെ ഉള്ളിലാണ് വരുന്നത്, ഇൻസൈഡ് z സി ആൻഡ് ദി പോയിന്റ് z ഈക്വൽ ടു -1. z ഈക്വൽ ടു -1 എന്ന പോയിന്റ് എവിടെയാണുള്ളത്, ലൈസ് ഔട്ട്സൈഡ് സി. സിൻ്റെ പുറത്താണ് വരുന്നത്, ലൈസ് ഔട്ട്സൈഡ് സി. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരുന്നുള്ളൂ. അതായത് കോഷി ഗോർസാറ്റ് തിയറം അതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ കേസ് നോക്കാം. അതായത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് z സ്ക്വയർ മൈനസ് 1/3 ഡിവൈഡഡ് ബൈ z ക്യൂബ് മൈനസ് z ആണ്. അതിനെ ഞാൻ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ വഴി ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. അതായത് ഇങ്ങനെ എഴുതാം, a/z പ്ലസ് b ഡിവൈഡഡ് ബൈ z പ്ലസ് 1 പ്ലസ് c ഡിവൈഡഡ് ബൈ z മൈനസ് 1. ഇനിയിപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കാം, ഈ എയും ബിയും സിയും ഒക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ എയും ബി സിയും കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് z സ്ക്വയർ മൈനസ് 1/3 ആണ് ലെഫ്റ്റിൽ വരുന്നത്. ഇവിടെ എന്ത് വരും, a ഇൻറ്റു പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെയായിരുന്നു ചെയ്യാം, ഇവിടെ z അല്ലുള്ളത്. അപ്പോൾ z ഒഴികെ ഈ z ക്യൂബ് മൈനസ് z ആവാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യുന്ന സാധനമാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് z സ്ക്വയർ മൈനസ് 1 വരും പ്ലസ് ബി ഇൻറ്റു z പ്ലസ് 1 ഓൾറെഡി ഇവിടെ ഉണ്ട്, z പ്ലസ് 1 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി എന്ത് ചെയ്യുക, z-ഉം z മൈനസ് 1-ഉം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ b ഇൻറ്റു z ഇൻറ്റു z മൈനസ് 1 പ്ലസ് c ഇൻറ്റു z പ്ലസ് 1 ആണ് വരിക. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഓരോ ടേമായിട്ട് ഈക്വേറ്റ് ചെയ്യാം. ഈ ഒരു ഇത് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ z സ്ക്വയർ മൈനസ് 1/3 ഉണ്ട്, റൈറ്റ് സൈഡിൽ എന്താ വരുന്നത്, ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. a z സ്ക്വയർ മൈനസ് a പ്ലസ് b ഇൻറ്റു ഇവിടെ z ഇൻറ്റു z എന്ന് പറയുന്നത് z സ്ക്വയർ ആണ്. അപ്പോൾ b z സ്ക്വയർ മൈനസ് b z. ഓക്കെ, പ്ലസ് c ഇവിടെ എഗെയിൻ എന്ത് വരും, z ഇൻറ്റു z എന്ന് പറയുന്നത് z സ്ക്വയർ ആണ്. അപ്പോൾ c z സ്ക്വയർ പ്ലസ് c ഇൻറ്റു z ഇൻറ്റു 1 എന്ന് പറയുന്നത് വരും c z.
ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് സ്ക്വയറിൻ്റെ ടേമൊക്കെ ഒരുമിച്ച് എടുത്ത് എഴുതുക. സെഡ് സ്ക്വയറിൻ്റെ ടേമൊക്കെ ഒരുമിച്ച് എടുത്ത് എഴുതുക. സെഡ് സ്ക്വയർ ഇതിൽ എ സെഡ് സ്ക്വയർ, ഇവിടെ ബി സെഡ് സ്ക്വയർ, സി സെഡ് സ്ക്വയർ. അപ്പോൾ സെഡ് സ്ക്വയർ ഇൻറ്റു കോമൺ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? എ പ്ലസ് ബി പ്ലസ് സി വരും. ഓക്കെ, ഇനി പ്ലസ് സെഡ് ഇൻറ്റു സെഡ് എന്ന് പറയുന്നത് ഇവിടെ സെഡിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ എന്താണ് വരുന്നത്? സി ആണ്. ഇവിടെ എന്ത് വരും? മൈനസ് ബി. അപ്പോൾ സി മൈനസ് ബി. കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് ഏതാണ്? കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് മൈനസ് എ ആണ്. അപ്പോൾ മൈനസ് എ ഇവിടെ കൊടുത്തു. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് ഏതാണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എ എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം 1/3 ആണ്. ഇവിടെ ഏതാണ്? എ എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാണ്ട് എന്ത് പറയാം? എ എന്ന് പറയുന്നത് 1/3 ആണ്. ഇനി എ 1/3 ആണ്. ഇവിടെ ബി മൈനസ് സി എന്ന് പറയുന്നത് എന്താണ്? സെഡിൻ്റെ കോഎഫിഷ്യൻ്റ്. ഇവിടെ സെഡ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ബി മൈനസ് സി എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും? 0 വരും. ബി മൈനസ് സി എന്ന് പറയുന്നത് 0. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ബി ഈക്വൽ ടു സി ആണ് നമുക്ക് കിട്ടി. അതേപോലെ തന്നെ ഇവിടെ സെഡ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 1 ആണ്. ഇവിടെ സെഡ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി. അതായത് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പോൾ 1/3 പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ബി പ്ലസ് സി എന്ന് പറയുന്നത് നമുക്ക് 1 മൈനസ് 1/3 വരും. 1 മൈനസ് 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 × 3 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 3. അതായത് 2/3 ആണ് എന്ത് വരുന്നത്? ബി പ്ലസ് സി വരുന്നത്. അപ്പോൾ നോക്കി നോക്കാം. പിന്നെ ഇതിനകത്ത് എന്തുണ്ട്? ബിയും സിയും ഈക്വൽ ആണെന്നുണ്ട്. അപ്പോൾ ബിയും സിയും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ബിക്ക് എന്ത് കൊടുക്കാം? സി കൊടുക്കാം. അപ്പോൾ എന്ത് വരും? സി പ്ലസ് സി എന്ന് പറയുന്നത് 2/3 വന്നു. അതായത് 2c എന്ന് പറയുന്നത് 2/3 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സി എന്ത് വരും? സി എന്ന് പറയുന്നത് 1/3. അപ്പോൾ ബിയും സിയും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ബി എന്ത് തന്നെ 1/3. അപ്പോൾ എയും ബിയും സിയും ഇവിടെ എന്ത് തന്നെയാണ് വരുന്നത്? 1/3 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇൻ്റഗ്രൽ ഓവർ സി z square minus 1/3 divided by z cube minus z is equal to z dz is equal to. ഇപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ a ഡിവൈഡഡ് ബൈ z ആണ്. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1/3 ഡിവൈഡഡ് ബൈ z dz പ്ലസ് അടുത്ത ടേം എന്താണ്? ഇൻ്റഗ്രൽ b ഡിവൈഡഡ് ബൈ z പ്ലസ് 1. bയും 1/3 ആണ് വരുന്നത്. ഇപ്പം 1/3 ഡിവൈഡഡ് ബൈ z പ്ലസ് 1 dz. അടുത്ത ടേം എന്താണ്? ഇൻ്റഗ്രൽ c ഡിവൈഡഡ് ബൈ 1/3 ഡിവൈഡഡ് ബൈ z മൈനസ് 1 ആണ് വരുന്നത്. z മൈനസ് 1 dz. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ്? z ഈക്വൽ ടു 0 ഇൻ്റഗ്രൽ എല്ലാത്തിലും ഓവർ c കൊടുക്കണം. ആ ഒരു കോണ്ടൂർ നമ്മൾ കൊടുക്കണം. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗ z ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? വിത്തിൻ c ആണ്. ആൻഡ് f ഓഫ് z ഇസ് ഈക്വൽ ടു 1 ഇസ് അനാലിറ്റിക് അറ്റ് എവരിവർ. അങ്ങനെയാവുമ്പോൾ നമുക്കെങ്ങനെ ഓരോ ടേം ബൈ ടേം ആയിട്ട് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതായത് ഇൻ്റഗ്രൽ 1/3 ഞാൻ പുറത്തേക്ക് എടുക്കാം. 1/3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ z dz. ഓക്കെ, z എന്ന് പറയുന്നത് എന്താണ്? 0. z ഈക്വൽ ടു 0 ഇസ് എ പോയിന്റ് ഇൻസൈഡ് ദി കേർവ് ആണ് വരുന്നത്. ഔട്ട്സൈഡ് ആണെങ്കിൽ നമുക്കൊന്ന് നോക്കാണ്ട് 0 എന്ന് പറയായിരുന്നു. ഇൻസൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എഫ് ഓഫ് സെഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എഫ് ഓഫ് സെഡ് എന്താക്കുക? 1 കൊടുക്കുക. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പം എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1 വരും. അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻ്റഗ്രൽ ഓവർ സി 1 ബൈ z dz ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ z dz ആണ് വരുന്നത്. ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 2πi ഇൻറ്റു എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. അപ്പോൾ 2πi ആണ് വരുന്നത്. 2πi ഇൻറ്റു 1 എന്ന് പറയുന്നത് എന്ത് വരും? 2πi വരും. ഓക്കെ, അപ്പം ഇത് നമുക്ക് കിട്ടുന്നത് ഏതാണ്? കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല വഴിയാണ് 2πi വരുന്നത്. 2πi ഇൻറ്റു എഫ് ഓഫ് 0. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 ആണ്. അപ്പോൾ എന്ത് വരും? 2πi വരും. ഓക്കെ, ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഓരോന്നോരോന്ന് നോക്കണം. ഇൻ്റഗ്രൽ 1/z dz എന്ന് പറയുന്നത് 2πi കിട്ടി. ഇനി ഇൻ്റഗ്രൽ ഓവർ സി 1 ഡിവൈഡഡ് ബൈ 1/z പ്ലസ് 1 dz കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഇൻ്റഗ്രൽ നമുക്കെന്തറിയാം? z ഈക്വൽ ടു -1ൻ്റെ കേസ് നോക്കാം. അതായത് z ഈസ് ഈക്വൽ ടു -1. z ഈക്വൽ ടു -1 എന്ന് പറയുന്നത് വിച്ച് ഈസ് എ പോയിന്റ് ഔട്ട്സൈഡ് സി ആണ് വരുന്നത്. സിൻ്റെ പുറത്തുള്ള പോയിന്റ് ആണ്. വിച്ച് ഈസ് എ പോയിന്റ് ഔട്ട്സൈഡ് സി ആണ് വരുന്നത്. ഹെൻസ് നമുക്ക് എന്ത് പറയാം? 1/z പ്ലസ് 1 ഈസ് അനാലിറ്റിക്. അത് ഉള്ളിലുള്ള, അതായത് സിൻ്റെ ഉള്ളിൽ എന്താണ്? അനാലിറ്റിക് അല്ല വരുന്നത്. അനാലിറ്റിക് സി വിത്തിൻ ആൻഡ് ഓൺ സി. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് തിയറം അപ്ലൈ ചെയ്യാം? കോഷി ഗോർസാറ്റ് തിയറം അപ്ലൈ ചെയ്യാം. ഹെൻസ് ബൈ കോഷി ഗോർസാറ്റ് തിയറം
Hence by Cauchy Gaursat theorem, integral over C 1 divided by z plus 1 dz എന്ന് പറയുന്നത് എന്ത് വരും? 0 വരും. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z equal to 1 എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ പോയിന്റ് ഇൻസൈഡ് C ആണ് വരുന്നത്, ഇൻസൈഡ് C. അപ്പോൾ നമുക്ക് കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടി വരിക. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഫ് ഓഫ് സെഡ് എന്താക്കി എടുക്കുക? 1 ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? അനാലിറ്റിക് ആണ്. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1 ഇസ് അനാലിറ്റിക് എവരിവർ. ഹെൻസ് ബൈ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല പ്രകാരം integral over C 1 divided by z minus 1 dz is equal to integral over C f of z divided by z minus 1 dz ആണ് വരുന്നത്, which is equal to ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 2 pi I into f of 1 വരും. ഓക്കെ, ഇവിടെ z0 എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്, അതാണ് ഇവിടെ f of 1. ഇവിടെ 2 pi I into f of 1 ആയാലും f of 0 ആയാലും ഒക്കെ ഇവിടെ എന്ത് തന്നെയാണ് വരുന്നത്? 1 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതെന്ത് വന്നു? 2 pi I വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ കംപ്ലീറ്റ് കൊടുത്താൽ പോരാ. അപ്പോൾ ഇന്റഗ്രൽ ഓവർ സി z² minus 1/3 divided by z³ minus z is equal to 1/3 into 2 pi I പ്ലസ് അടുത്ത എന്ത് വരും? 0 വരും. പ്ലസ് അടുത്തത് അഗെയിൻ എന്ത് വരും? 1/3 into 2 pi I. അതായത് നമുക്ക് എന്ത് വരും? 4/3 pi I ആണ്. ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് 4/3 pi I ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രേറ്റ് g of z around the circle c is equal to mod z is equal to 3/2 in the clockwise direction. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ നോക്കണം. ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ എന്താണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതായത് ഓപ്പോസിറ്റ് ഓഫ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് ഇതുവരെ പറഞ്ഞത്. ഇവിടുത്തെ ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രം എന്താണ്? ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഫംഗ്ഷനും തന്നത് എന്താണ്? g of z എന്ന് പറയുന്നത് tan z divided by z² minus 1 ആണ്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ f of z എന്ന് പറയുന്നത് ലെറ്റ് f of z is equal to tan z എന്ന് എടുക്കാം. നമുക്ക് എന്തറിയാം? tan z എന്ന് പറയുന്നത് അനാലിറ്റിക് എവരിവെയർ ആണ്. is analytic everywhere except at z is equal to plus or minus pi by 2 plus or minus 3 pi by 2. അതായത് കോസിന്റെ വാല്യൂ 0 വരുന്ന എല്ലാ പോയിന്റ്സും ഇവിടെ എന്തായിട്ട് മാറും? അനാലിറ്റിസിറ്റി ഒഴിവാകും. tan z എന്ന് പറഞ്ഞാൽ sin z by cos z ആണല്ലോ. അപ്പോൾ കോസിന്റെ വാല്യൂ 0 വരുന്ന എല്ലാ പോയിന്റ്സും നമുക്ക് ഒഴിവാകും. അപ്പോൾ z is equal to plus or minus pi by 2 plus or minus 3 by 2 etc. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇനി അനാലിറ്റിക് അല്ലാത്ത പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത്രയും പോയിന്റ്സ് ആണ് വരുന്നത്. പക്ഷെ നമ്മളെ സർക്കിൾ എന്താണ് ഇവർ തന്നിരിക്കുന്നത്? സർക്കിൾ എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് മോഡ് z is equal to 3/2 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ മോഡ് z 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെന്റർ ഒറിജിനും റേഡിയസ് എന്ന് പറയുന്നത് 3/2 വരുന്ന സെന്റർ ഒറിജിനും റേഡിയസ് എന്ന് പറയുന്നത് 3/2 വരുന്ന സെന്റർ ഒറിജിനും റേഡിയസ് എന്ന് പറയുന്നത് 3/2 സെന്റർ ഒറിജിനും റേഡിയസ് 3/2 വരുന്ന സർക്കിളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഈ നമ്മളെ സിയിൽ അനാലിറ്റിക് ആണ്, അതായത് 3/2 അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ എഫ് ഓഫ് സെഡ് എന്താണ്? അനാലിറ്റിക് ആണ് വിത്തിൻ സി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് അനാലിറ്റിസിറ്റി ഒഴിവാകുന്ന പോയിന്റ്സ് ഒന്നും ഈ ഒരു സർക്കിളിന്റെ ഉള്ളിൽ നമുക്ക് വരുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദി ഫംഗ്ഷൻ അതായത് tan z divided by z² minus 1 ആണല്ലോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തെടുക്കുക? ദി ഫംഗ്ഷൻ 1 divided by z² minus 1 1/z² minus 1 എന്ന് പറയുന്നത് എന്താണ്? 1/z plus 1 into z minus 1 ആണ് വരുന്നത്. ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണ്. ഏത് പോയിന്റിൽ? ഇത് ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റിലാണ് അനാലിറ്റിസിറ്റി ഒഴിവാകുന്നത്. അതായത് which is analytic. ഈ ഒരു ഇതെന്താണ്? അനാലിറ്റിക് ആണ് എക്സെപ്റ്റ് ഏതൊക്കെ പോയിന്റ്സ് ഒഴികെ, which is analytic except at points z equal to -1 and z is equal to 1. Okay, ഇനി എന്ത് നോക്കുക? ഈ ഒരു പോയിന്റ്സ് എവിടെയുള്ളത് നോക്കുക. z equal to -1 ഉം z equal to 1 ഉം ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രാഫ് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒറിജിൻ സെൻറ്റർ 3/2 എന്ന് പറയുന്നത് എന്താണ്? 1 point something ആണ് വരുന്നത്. അപ്പോൾ എന്തായാലും 1 ഉം -1 ഉം ഇതിന്റെ ഉള്ളിലുള്ള പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടി. അപ്പോൾ പുറമേ ആണെങ്കിൽ നമുക്ക് കോഷി ഗോസാറ്റ് തിയറം പ്രകാരം അത് 0 ആണെന്ന് എഴുതാമായിരുന്നു. പക്ഷേ ഇതെന്താണ്? ഈ z equal to -1 ഉം z equal to 1 എന്ന് പറയുന്നത് ഉള്ളിലുള്ള, അതായത് ഇതിന്റെ സിന്റെ ഉള്ളിലുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1/z² minus 1 പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി, അതായത് 1/z plus 1 into 1/z minus 1. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു ഈ ഒരു ഫോമുല എഴുതാം. 1/z minus 1 divided by 1/z plus 1 എഴുതാൻ പറ്റും. ഇനി നമ്മൾ എന്ത് എഴുതാം? ഇതിനെ ഒന്ന്
അതേപോലെ തന്നെ എന്താണ് സി ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സി എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ സി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് സി എന്ത് വരും, കൗണ്ടർ ക്ലോക്ക് വൈസ് ഈസ് ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, അത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും ഉണ്ടാവും, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഹെൻസ് ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. അപ്പോൾ ഇത് എന്തായാലും കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരുമല്ലോ. ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡ് ഡി സെഡ് ഇവിടെ എഴുതാം. ഹെൻസ് ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. Integral over c g of z dz is equal to minus integral over minus c. നമ്മൾ പ്രോപ്പർട്ടി പ്രകാരമാണ് ഈ ഒരു ഫോർമുല എഴുതിയിരിക്കുന്നത്. c is equal to minus integral over minus c f of z divided by z square minus 1 dz എന്ന് എഴുതാം. is equal to ഇതിനെ നമ്മൾ ഓൾറെഡി മാറ്റി എഴുതിയിട്ടുണ്ട്. ഹാഫ് ഇൻറ്റു integral over c f of z divided by z minus 1 dz minus integral over minus c f of z divided by z plus 1 dz. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് ഹാഫ് ഇൻറ്റു ഇത് എന്താണെന്ന് അറിയാം, എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1 ഡി സെഡ് എന്ന് പറയുന്നത് ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം, 2πi ഇൻറ്റു എഫ് ഓഫ് 1 ആണ് വരുന്നത്. മൈനസ് ഇവിടെ അതേപോലെ ഇതെന്ത് എഴുതാം, 2πi ഇൻറ്റു എഫ് ഓഫ് മൈനസ് 1 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1/2 ഇൻറ്റു 2πi ഇൻറ്റു എഫ് ഓഫ് 1. എഫ് ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്താ വരിക, ടാൻ 1. നമ്മൾ എഫ് ഓഫ് സെഡ് എന്താണ്, ടാൻ സെഡ് ആണ് എഫ് ഓഫ് സെഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ടാൻ 1 മൈനസ് 2πi ഇൻറ്റു ഇവിടെ എന്ത് വരും, ടാൻ ഓഫ് മൈനസ് 1 വരും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കിട്ടുന്നുള്ളത് നോക്കാം. ദിസ് ഈക്വൽ ടു ഇവിടെ 1/2 ഉണ്ട്, ഇവിടെ 2πi ആണ്, 2 എല്ലാത്തിനും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ അതേപോലെ തന്നെ മൈനസ് πi ടാൻ 1 മൈനസ് ഓഫ് മൈനസ് ടാൻ 1, അതായത് മൈനസ് πi ഇൻറ്റു ടാൻ 1 മൈനസ് ടാൻ ഓഫ് മൈനസ് 1 വരും. അപ്പോൾ ദിസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ടാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടാൻ ഓഫ് മൈനസ് 1 എന്ന് പറയുന്നത് എന്താ വരിക, ടാൻ ഓഫ് മൈനസ് 1 എന്ന് പറയുന്നത് മൈനസ് ടാൻ 1 ആണ് വരിക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, മൈനസ് πi ഇൻറ്റു ടാൻ 1 മൈനസ് ടാൻ 1 എഴുതാം. അതായത് ടാൻ 1 പ്ലസ് ടാൻ 1 എന്ന് പറയുന്നത് 2 ടാൻ 1. അപ്പോൾ നമുക്ക് എന്താ എഴുതാം, 2πi ഇൻറ്റു ടാൻ 1 ആണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മൾ ഈ ഒരു ഫോർമുല ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡ് ഡി സെഡ് വരുന്നത്. ഇത് നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അതിൻ്റെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എക്സ്റ്റൻഷൻ, അതായത് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലേൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു തിയറം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എഫ് എന്ന് പറയുന്നത് അനാലിറ്റിക് ആണ്, അതും സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആണ്. ആൻഡ് സി എന്ന് പറയുന്നത് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ലൈൻ എൻറ്റയർലി വിത്തിൻ ഡി. ആ ഡൊമൈൻ്റെ ഉള്ളിലുള്ള ഒരു കോണ്ടൂർ ആണ് ഏത് വരുന്നത്, സി, സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹോളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി സെഡ് നോട്ട് എന്ന് പറയുന്നത് എനി പോയിന്റ് ഇന്റീരിയർ ടു സി, അതിൻ്റെ ഉള്ള പോയിന്റ് ആണ് സെഡ് നോട്ട് എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് സെഡ് എക്സിസ്റ്റ് ചെയ്യും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമുല ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അതായത് എഫ് എൻ ഓഫ് സെഡ് നോട്ട് എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ, അതായത് ഇതിൻ്റെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലേൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ് ഇത് വരുന്നത്. എഫ് എൻ ഓഫ് സെഡ് നോട്ട് എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2πi ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് മൈനസ് ഡിവൈഡഡ് ബൈ z മൈനസ് സെഡ് നോട്ട് ഹോൾ റൈസ് ടു n+1 dz ആണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഇൻ്റഗ്രേറ്റ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് സെൻസ് അറൌണ്ട് ദി സർക്കിൾ മോഡ് z ഇസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 2 ആണ് വരുന്നത്. ഓക്കെ, അപ്പം കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് സെഡ്. അപ്പോൾ നമ്മൾ ഏതൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാലും ആദ്യം എന്തെടുത്ത് എഴുതുക, എഫ് ഓഫ് സെഡ് എടുത്ത് എഴുതുക. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് സെഡ് റൈസ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു അപ്പോൾ ഈ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ഒന്നുകൂടി ഒന്ന് നോക്കി നോക്കുക. അതായത് ഇവിടെ എന്താണ്, എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റൈസ് ടു n+1 അങ്ങനെയാണ് ഇവിടെ വരുന്നത്. എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റൈസ് ടു n+1. അപ്പോൾ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ നോക്കി നോക്കുക, z+i ഹോൾ റൈസ് ടു 3 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ n എന്താണ്, 2 ആണ് വരിക, n+1 അല്ലേ, അതായത് z മൈനസ് സെഡ് നോട്ട് ഹോൾ റൈസ് ടു 3 ആണ് വരുന്നത്. അപ്പോൾ 2+1. അപ്പോൾ നമുക്ക് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് മേലെയുള്ള ഇത് മാത്രം എടുക്കാം. നമുക്ക് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് z⁴ മൈനസ് 3z² പ്ലസ് 6 ആണ് എന്ത് വരുന്നത്, എഫ് ഓഫ് സെഡ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇവിടെ എന്താണ്, z മൈനസ് ആണുള്ളത്, z മൈനസ് z നോട്ട് ആണുള്ളത്. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, അതായത് z+i ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം, z മൈനസ് i ഹോൾ ക്യൂബ്.
z minus I whole cube എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കാം. അതായത് ഇൻ്റഗ്രൽ ഓവർ സി f of z divided by z minus I whole cube is dz is equal to നമുക്ക് നമ്മളെ ഫോർമുല ഉണ്ടല്ലോ, ഈ ഒരു ഫോർമുല നോക്കി നോക്കുക. fn of z0 is equal to n factorial divided by 2 pi I into integral എന്നാണ് വരുന്നത്. അപ്പോൾ n ന് പകരം എന്ത് കൊടുക്കുക, 2 കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും, f 2 pi I divided by 2 factorial into f double dash of minus I വരും. ഓക്കെ, f double dash of minus I രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ്, f double dash of minus I z0 എന്ന് പറയുന്നത് എന്താണ്, മൈനസ് ഐ ആണ്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 pi ഉണ്ട്, ഇവിടെ 2 ഫാക്ടോറിയൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതും ക്യാൻസൽ ചെയ്യാം, 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഈസ് ഈക്വൽ ടു എങ്ങനെ വന്നു, പൈ ഐ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് ഐ വന്നു. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് ഐ കാണണമെന്നുണ്ടെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് കണ്ടേ. അപ്പോൾ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിരുന്നു എടുത്തിരിക്കുന്നത്, സെഡ് റൈസ് ടു 4 മൈനസ് 3z² പ്ലസ് 6 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്ത് വരും, 4z³ മൈനസ് 3 ഇൻറ്റു 2z പ്ലസ് 0. ഓക്കെ, അതായത് 4z³ മൈനസ് 6z ആണ് നമ്മൾ ഏത് വരുന്നത്, എഫ് ഡാഷ് ഓഫ് സെഡ് വരുന്നത്. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, അപ്പം എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബൈ ഡി സെഡ് ഓഫ് ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തത് 4z³ മൈനസ് 6z കൊടുക്കുക. അതായത് 4 കോൺസ്റ്റന്റ് ആണ്, z³ ഡെറിവേറ്റീവ് 3z², 6 ഇൻറ്റു സെഡിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 1 വരും. ദാറ്റ് ഈസ് 12z² മൈനസ് 6 ആണ് എന്ത് വരിക, എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് വരിക. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് ഐ എന്ന് പറയുന്നത് എന്ത് വരും, 12 ഇൻറ്റു മൈനസ് ഐ ഹോൾ സ്ക്വയർ മൈനസ് 6 വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു ഐ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്, -1 ആണ്. അപ്പം 12 ഇൻറ്റു -1 -6 വരും. ദാറ്റ് ഈസ് എത്ര വരിക, -12 -6, അതായത് എത്ര വരും, -18 ആണ് നമുക്ക് എന്ത് വരുന്നത്, എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 വരുന്നത്. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ z പ്ലസ് ഐ ഹോൾ ക്യൂബ് ഡി സെഡ് എന്ന് പറയുന്നത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈ ഐ ഇൻറ്റു 12z² 12z² മൈനസ് 6 നമുക്ക് എത്രയാണ് വാല്യൂ കിട്ടുന്നത്, -18 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പൈ ഐ ഇൻറ്റു -18 വരും. അതായത് -18 പൈ ഐ ആണ് നമ്മൾ ഈ ഒരു വാല്യൂ വരുന്നത്. അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മോഡ് z ഇസ് ഈക്വൽ ടു 3/2 ആണ്. നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താണ്, ഇ റൈസ് ടു സെഡ് ഡിവൈഡഡ് ബൈ z² പ്ലസ് 4 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെക്ക് ചെയ്യാം, അപ്പോൾ z² പ്ലസ് 4 എന്ന് പറയുന്നത് 0 ആവുന്ന പോയിന്റ് കണ്ടുപിടിക്കുക, അതായത് അനാലിറ്റിക് അല്ലാത്ത പോയിന്റ്. അപ്പോൾ z² ഇസ് ഈക്വൽ ടു -4 വരും. അപ്പോൾ z ഇസ് ഈക്വൽ ടു എന്താണ് വരിക, +or-2i ആണ് വരുന്നത്. അപ്പോൾ zന്റെ വാല്യൂ എന്ന് പറയുന്നത് 2i - 2i ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 2i - 2i ഈ പോയിന്റിലാണ് ഈ ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് അല്ലാത്ത പോയിന്റ്സ് വരുന്നത്. z ഈക്വൽ ടു +2i യിലും -2i യിലുമാണ് അനാലിറ്റിക് അല്ലാത്ത പോയിന്റ് വരുന്നത്. ഇനിയിപ്പം z ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഉള്ളിലുള്ള പോയിന്റ് ആണ്. അപ്പം നമുക്ക് ഹെൻസ് ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഡെറിവേറ്റീവ്, അതായത് ഇൻ്റഗ്രൽ ഇങ്ങനെ നോക്കുക, ഇൻ്റഗ്രൽ ഇ റൈസ് ടു സെഡ് ഡിവൈഡഡ് ബൈ z ഓക്കെ എഫ് ഓഫ് സെഡ് നമ്മൾ എടുത്തതാണ്. അതായത് ഈ ഒരു ടൈപ്പാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇ റൈസ് ടു സെഡ് ഡിവൈഡഡ് ബൈ z² പ്ലസ് 4 ഇൻറ്റു z - 1 ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇ റൈസ് ടു സെഡ് ഡിവൈഡഡ് ബൈ z² പ്ലസ് 4 എടുത്തു. അതാണ് ഇവിടെ കാണിച്ചിരുന്നത്. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു സെഡ് ഡിവൈഡഡ് ബൈ z² പ്ലസ് 4. അപ്പോൾ ഇത് ഇങ്ങനെ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z ഇസ് ഈക്വൽ ടു +or-2i ആണ് വരുന്നത്. ഇത് ഔട്ട്സൈഡ് സി ആണ് വരുന്നത്, ലൈസ് ഔട്ട്സൈഡ് സി ആണ് വരുന്നത്. അപ്പോൾ പ്രശ്നമില്ല. ഇവിടെ ഇപ്പോൾ z - 1 ഹോൾ സ്ക്വയറും കൂടി നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ എന്താണ് വിഷയം വരിക, z ഈക്വൽ ടു 1 എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള പോയിന്റ് ആണ് വരുന്നത്. അപ്പോൾ എഫ് ഓഫ് സെഡ് ഇങ്ങനെ എടുത്തു. അപ്പോൾ ഇങ്ങനെ നോക്കാം, ഇ റൈസ് ടു സെഡ് ഡിവൈഡഡ് ബൈ z - 1 ഹോൾ സ്ക്വയർ ഇൻറ്റു z² പ്ലസ് 4 ഡി സെഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇ റൈസ് ടു സെഡ് ഡിവൈഡഡ് ബൈ z² പ്ലസ് 4 ആണ്. ഇപ്പോൾ എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ z - 1 ഹോൾ സ്ക്വയർ ഡി സെഡ് വരും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, z - 1 ഹോൾ റൈസ് ടു n പ്ലസ് 1 ആണ് വരുന്നത്. അപ്പോൾ n എന്ന് പറയുന്നത് എന്താണ്, 1 ആണ് വരും. അപ്പോൾ എങ്ങനെ വരും, 2πi ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 1 വരും. ഓക്കെ, 2πi നമ്മൾ
extended version of Cauchy's integral theorem പ്രകാരമാണ് ഇത് വരുന്നത് 2pi I divided by 1 factorial into f dash of 1 വരും, which is equal to, ഇതിനെ എനിക്ക് അങ്ങനെ എഴുതാം 2pi I into f dash of 1. അപ്പോൾ f dash of 1 വേണമെന്നുണ്ടെങ്കിൽ അത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. f of z നമ്മൾ എടുത്തിരിക്കുന്നത് e raised to z divided by z square plus 4 ആണ്. അപ്പോൾ f dash of z എന്ന് പറയുന്നത് എന്ത് വരും, നമ്മൾ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. റൂൾ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ z square plus 4 into d by dz of e raised to z minus e raised to z into d by dz of z square plus 4 whole divided by z square plus 4 whole square. അതായത് v u dash minus u v dash divided by v square ആണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. which is equal to, നമുക്ക് എങ്ങനെ എഴുതാം, z square plus 4 into, which is equal to z square plus 4 into d by dz of e raised to z ന്റെ ഡെറിവേറ്റീവ് എന്താണ്, e raised to z minus e raised to z into derivative of z square plus 4. derivative of z square plus 4 എന്ന് പറയുന്നത് 2z ആണ്, 2z plus 0 വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താണ്, z square plus 4 whole square ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കുറേ സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. കാരണം എന്താ, നമുക്ക് ഇതാണ് നമ്മൾ f dash of z കിട്ടിയിരിക്കുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, f dash of 1 ആണ്. അപ്പോൾ z കാണുന്ന സ്ഥലത്ത് എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. അതായത് 1 plus 4 into e raised to 1 minus e raised to 1 into 2 into 1 divided by 1 plus 4 whole square വരും. അപ്പോൾ 1 plus 4 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5e minus 2e divided by 5 square വരും. ഓക്കെ, 25. അപ്പോൾ 3e divided by 25 ആണ് നമ്മൾ f dash of 1 വരുന്നത്. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക, 2pi I into 3e divided by 25 വരും. ദാറ്റ് ഈസ് 6pi I divided by 25 ആണ് നമ്മളെ വാല്യൂ വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ e raised to z divided by z minus 1 whole square into z square plus 4 എന്ന് പറയുന്നത് 6pi I divided by 25 ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിൽ തിയറത്തിലേക്ക് കടക്കാം. തിയറം എന്ന് പറയുന്നത് ലിയോവിലെ തിയറാണ്. ലിയോവിലെസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ദാറ്റ് എ ഫംഗ്ഷൻ f is analytic, f എന്താണ്, അനാലിറ്റിക് ആണെന്ന് തന്നിട്ടുണ്ട്. സപ്പോസ് ദാറ്റ് എ ഫംഗ്ഷൻ f is analytic inside and on a positively oriented circle CR centered at z0 and with radius r. if mr denotes the maximum value of mod f of z on CR, then ഇതാണ് നമ്മൾ ലിയോവിലെസ് തിയറം പറയുന്നത്. മോഡ് fn of z0 less than or equal to n factorial into mr divided by r raised to n. ഈ mr കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഡുലസ് ഓഫ് f of z ന്റെ മാക്സിമം വാല്യൂ ആണ് ഏത് വരുന്നത്, mr വരുന്നത്. r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റേഡിയസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലിയോവിലെസ് തിയറം പ്രകാരം മോഡ് fn of z0 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n factorial into mr divided by r raised to n ആണ് വരുന്നത്. ഓക്കെ, ഈ ലിയോവിലെസ് തിയറത്തിൽ തന്നെ നമുക്ക് വേറെ നോക്കാം. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് എൻഡയർ, എഫ് എൻഡയർ ആണ്. എഫ് എൻഡയർ എന്ന് പറയുമ്പോൾ എന്താണ്, അനാലിറ്റിക് എവരിവെയർ ആണ് എൻഡയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് എൻഡയർ ആൻഡ് ബൗണ്ടഡ് ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ, ബൗണ്ടഡ് ആണ്, എൻഡയർ ആണ്, ബൗണ്ടഡ് ആണെങ്കിൽ എഫ് ഓഫ് സെഡ് എന്താണ്, കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി പ്ലെയിൻ. ഓക്കെ, എഫ് ഓഫ് സെഡ്, ഇഫ് ഒരു ഫംഗ്ഷൻ എൻഡയർ ആണ്, ബൗണ്ടഡ് ആണ് കോംപ്ലക്സ് പ്ലെയിനിൽ, ദെൻ എഫ് ഓഫ് സെഡ് ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി പ്ലെയിൻ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര. ഒരു ഫണ്ടമെന്റൽ തിയറം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര ലാസ്റ്റ് സെക്ഷൻ ആണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര. തിയറം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി പോളിനോമിയൽ, ഏതൊരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും എനി പോളിനോമിയൽ p of z is equal to a0 plus a1z plus a2z square plus etc plus an z raised to n, an not equal to 0 of degree n. n ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ എടുക്കുക. ഓക്കെ, എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1നേക്കാളും കൂടുതലായിരിക്കണം. ഹാസ് അറ്റ്ലീസ്റ്റ് 1 0, അവിടെ അറ്റ്ലീസ്റ്റ് ഒരു 0 എങ്കിലും വേണം, അറ്റ്ലീസ്റ്റ് 1 0. ദാറ്റ് ഈസ് there exists at least one point, z0 says that p of z0 is equal to 0. Okay,
അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ തിയറം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പോളിനോമിയൽ എടുക്കുക. പോളിനോമിയൽ എന്ന് പറയുന്നത് പി ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു a0 പ്ലസ് a1 z പ്ലസ് a2 z സ്ക്വയർ പ്ലസ് എക്സെട്ര am z റേസ് ടു n ആണ്. ഓഫ് ഡിഗ്രി n ആണ് നമ്മൾ ഡിഗ്രി എടുക്കുക. ഹാസ് അറ്റ്ലീസ്റ്റ് 1 0. അതിന് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു 0 എങ്കിലും ഉണ്ടാകും. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ്റെ സെഡിന് ഏതെങ്കിലും വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ പി ഓഫ് സെഡിൻ്റെ വാല്യൂ നമ്മൾ 0 വരുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയാം? 0 എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 0 ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ എന്നുള്ള മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ തിയറംസ് എല്ലാം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫ് വേണമെന്നുണ്ടെങ്കിൽ വേറെ വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു രണ്ട് തിയറാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ലൂവ്ലിസ് തിയറും അതേപോലെ തന്നെ വേറെ തിയറംസ് ഒക്കെ ഉണ്ട്. എന്നാൽ കൂടി 2 തിയറം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ് കോഷീസ് ഗോസാറ്റ് തിയറും കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയും. അപ്പോൾ അത് രണ്ടും ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് നല്ലോണം കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇത്രയാണ് ഈ മൊഡ്യൂളിലുള്ളത്. താങ്ക് യു ഓൾ.